മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ബട്ടർ കുക്കീസാണ്. ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും അതേ ടെക്സ്ചറിലുമായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് നമുക്കത് മാറ്റാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടിയാവാതെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ. നമുക്കത് അലിയിപ്പിച്ചെടുക്കണമെങ്കിൽ അതാണ് എളുപ്പം. അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല നൈസായിട്ട് നമുക്ക് സാധാരണ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതും മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനൊരു 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മധുരം വേണം ബിസ്ക്കറ്റിന്, എന്നാലാണ് നമുക്കത് ടേസ്റ്റായിട്ട് വരുള്ളൂ. ഇനി മധുരം കുറവിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമുക്കൊരു വിസ്ക് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ഉടച്ച് ചേർക്കാം. ഈ പഞ്ചസാരയുടെ പൊടിയിൽ ഈ വെണ്ണ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് യോജിപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 5-10 മിനിറ്റോളം വേണം നമ്മളിത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വിസ്കിൻ്റെ അകത്തേക്ക് ഇത് കയറിപ്പോയതൊക്കെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം പുറത്തേക്ക് എടുത്തിട്ട് വേണം യോജിപ്പിച്ചെടുക്കാൻ. അല്ലെങ്കിൽ അത് അതുപോലെ ആ വിസ്കിൻ്റെ ഉള്ളിൽ കട്ടായിട്ട് തന്നെ നിൽക്കും. നമുക്കിത് കൈ വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതുപോലെയും ചെയ്യാം. അല്ലെങ്കിൽ സ്പൂണാണ് നമുക്ക് ഉപയോഗിക്കാൻ സൗകര്യം എന്ന് വിചാരിച്ചാൽ സ്പൂണ് വെച്ചിട്ടായാലും ഇതുപോലെ ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കണം. ഇപ്പോൾ ഞാനൊരു 6-7 മിനിറ്റ് നേരം ഇത് വിസ്ക് വെച്ചിട്ട് തന്നെ ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് മൈദയാണ്. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസാണ്. അത് നല്ല ഒരു മണത്തിനും ബിസ്ക്കറ്റിൻ്റെ ഒരു മണം ഉണ്ടാവുമല്ലോ, അത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ വാനില എസൻസ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണം. പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു 1/4 ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ബേക്കിംഗ് സോഡയല്ല, പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അതേ വിസ്ക് വെച്ചിട്ട് തന്നെ നമുക്കിത് വീണ്ടും യോജിപ്പിച്ചെടുക്കാം. കുറച്ച് സമയമൊക്കെ പിടിക്കും, കാരണം ഈ 1/2 കപ്പ് മൈദയ്ക്കാണ് നമ്മൾ 100 ഗ്രാം വെണ്ണ ചേർത്ത് കൊടുത്തത്. നമ്മൾ മൈദയുടെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് വെണ്ണയുടെ അളവും കൂട്ടിയെടുക്കണം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് തന്നെ നമുക്കത് നന്നായിട്ട് ഇളക്കി ഉരുളയാക്കി എടുക്കണം. വെണ്ണയും പഞ്ചസാരയും അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത എസൻസ് എല്ലാത്തിൻ്റെ ഒന്ന് ഫ്ലേവർ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ട് കുഴച്ച് ഉരുട്ടി എടുത്തിട്ട് വേണം തയ്യാറാക്കാൻ. മൈദയിൽ ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല. മൈദയ്ക്ക് പകരം 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഒട്ടും വെള്ളം അതുപോലത്തെ സാധനങ്ങളൊന്നും നമ്മളിതിലേക്ക് ചേർക്കണില്ല. കുഴയ്ക്കണ സമയത്ത് എങ്ങാനും നമുക്കത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു സ്പൂണും കൂടി നമുക്ക് നെയ്യോ വെണ്ണയോ ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ബോളാക്കി എടുത്ത ശേഷം വേണം നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാൻ. ഇത് ഉടനെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മതി. ഇനി നമുക്കിത് ഉരുട്ടി ചെറിയ ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. കയ്യിൽ നമുക്ക് എണ്ണയൊന്നും തടവി കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ വെണ്ണയിലാണല്ലോ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിരിക്കണം. അതുകൊണ്ട് കൈൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് നന്നായി ഉരുട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അത് പൊങ്ങി വരുമ്പോൾ ശരിക്കും ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇതുപോലെ എനിക്ക് ഇത്രയും 1/2 കപ്പ് മൈദയിൽ നിന്ന് 12 ബിസ്ക്കറ്റാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഉരുട്ടിയെടുക്കാനൊന്നും ഒരു പ്രയാസവും ഇല്ല. ഇതുപോലെ മതി. നമ്മൾ വെള്ളമൊന്നും ഇതിലേക്ക് ഒട്ടും ചേർക്കരുത്. ഈ വെണ്ണയിലും പഞ്ചസാരയിലും വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഏകദേശം ഒരേ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഒരടി കനമുള്ള ചീനച്ചട്ടിയിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്, ഓവനിലല്ല. ചീനച്ചട്ടി ഒന്ന്
നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കിയ ശേഷം അതിലേക്കൊരു വട്ടോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. കുറച്ച് ഉയരത്തിൽ വേണം. പിന്നെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ്, സ്റ്റീൽ പ്ലേറ്റിലാണ് ഞാനിത് ഉരുളകൾ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഈ അടിയിൽ വെച്ച് കൊടുത്ത പാത്രത്തിൻ്റെ അകത്ത് വരുന്ന മാതിരിയുള്ള പ്ലേറ്റ് വേണം എടുക്കാൻ. ഒരു ബട്ടർ പേപ്പർ അതേ അളവിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം ഇത് പ്രീ ഹീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. പ്രീ ഹീറ്റ് ചെയ്ത ശേഷം നമുക്ക് തുറന്ന് അതിലേക്ക് വേണം ഈ ഉരുളകൾ വെച്ച് കൊടുക്കാൻ. ഇനി അത് നോർമൽ ചൂടിലേക്ക് മാറ്റണം. ഇതേ ചൂടിൽ ബേക്ക് ചെയ്യരുത്. ഇനി കുറച്ച് വിട്ടിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. ഇത് വെച്ച് കൊടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് ഒരെണ്ണത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഞാനത് വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നേ വെച്ചതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എല്ലാറ്റിലും ബേക്ക് ചെയ്യണ സമയത്താണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ പീസാക്കിയിട്ട് നമ്മളതിൻ്റെ മീതെ വെക്കുകയാണ്. ഇതിന് പകരം ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ നമുക്ക് ബദാമോ എല്ലാം വെച്ച് കൊടുക്കാം. ഇനി ബാക്കി വന്ന 5 എണ്ണം ഞാൻ ബദാം വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത്. ആദ്യം 7 എണ്ണമാണ് എനിക്ക് ആ പ്ലേറ്റിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരു 20 മിനിറ്റ് ചെറിയ ചൂടിൽ ഇതുപോലെ വെച്ചിട്ട് വേണം തയ്യാറാക്കാൻ. അപ്പോൾ അത് കണ്ടില്ലേ, പൊങ്ങി വന്നിട്ടുണ്ട്. പരസ്പരം ഇത് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അകലത്തിൽ വെച്ച് കൊടുത്തത്. ഇങ്ങനെയാണ് നമുക്ക് ബിസ്ക്കറ്റ് കിട്ടുക. ഇനി ഞാൻ രണ്ടാമത് ഞാൻ പറയാം 5 എണ്ണം ബദാം വെച്ചിട്ടും തയ്യാറാക്കുന്നുണ്ട്. ഇത് ഞാൻ ഈ ബട്ടർ പേപ്പറിൽ നിന്ന് അതോട് കൂടിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടാണ് അതേ പാത്രത്തിൽ രണ്ടാമതും ബേക്ക് ചെയ്തെടുക്കുന്നത്. ബട്ടർ പേപ്പർ വെച്ചിട്ട് ബേക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് ആ പേപ്പറോട് കൂടിയിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ചീനച്ചട്ടിയിൽ ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ ബാക്കി വന്ന 5 എണ്ണം കൂടിയും ബദാം പരിപ്പ് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പുകൊണ്ട് അടയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 20 മിനിറ്റിന് ശേഷം ഞാനത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതാണിത്. ഈ ബിസ്ക്കറ്റിൻ്റെ ബാക്കിൽ കണ്ടില്ലേ, നന്നായിട്ട് ബിസ്ക്കറ്റിൻ്റെ കളറായിട്ട് ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗം നല്ല വൈറ്റ് കളറും ഉള്ളിലാണെങ്കിൽ നന്നായി വെന്തിട്ടും ഉണ്ട്. ഇതുപോലെയാണ് നമുക്ക് ബിസ്ക്കറ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുക. നന്നായി തണുത്ത ശേഷം വേണം ഇത് മുറിച്ച് നോക്കാനും ഉപയോഗിക്കാനും വേണ്ടിയിട്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.